Team is on fire, your defense is terrified. ഈ ചാൻറ്റുകൾ കേട്ടിട്ടുണ്ടോ? കൊച്ചിയിൽ മാച്ച് കാണാൻ വരുന്ന ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. സോ ഇന്ന് നമ്മൾ ദിമിയെ പറ്റിയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷേക്ക് അറിയാമായിരിക്കും XG എന്താണ് എന്നുള്ളത്, എക്സ്പെക്റ്റഡ് ഗോൾസ്. അപ്പോൾ ഇതുമായിട്ട് ദിമി കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് ദിമിയുടെ XGയേക്കാൾ ഇരട്ടി പെർഫോമൻസ് അദ്ദേഹം ഈ ഒരു സീസണിൽ KBFCക്ക് വേണ്ടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. XG എന്താണെന്ന് അറിയാത്തവർക്കായി ഞാൻ ആദ്യം ഒന്ന് പറയാം. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും. XG എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഗോൾസ് ആണ്. അതായത് ഇതൊരു പ്രോബബിലിറ്റിയാണ്. നമ്മളിപ്പം ഒരു കാര്യത്തിൻ്റെ ഒരു സാധ്യത പറയത്തില്ലേ, അത് നടക്കാനുള്ള സാധ്യത എത്രയാണ്, അപ്പം 100-1 അല്ലെങ്കിൽ 10-1 5-1 എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പ്രോബബിലിറ്റിയാണ് ഈ ഒരു XG എന്ന് പറയുന്നത്. അപ്പം ഈ XG കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് അത് ഗോളാകാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനെ ഒന്ന് റേറ്റ് ചെയ്യും. 0 മുതൽ 1 വരെയുള്ള രീതിയിൽ റേറ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണ് XG കൊടുക്കുന്നത്. ഈ സീസണിൽ ദിമിയുടെ XG എന്ന് പറയുന്നത് 3.3 ആണ് സോഫാർ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം അടിച്ചിട്ടുള്ള ഗോൾസ് എന്ന് പറയുന്നത് 7 ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ XGയേക്കാൾ 3.7 കൂടുതൽ അദ്ദേഹം പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ലോ XG പോലും ഗോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2 എണ്ണമാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഒന്ന് ചെന്നൈയിൻ FCക്കെതിരെ അദ്ദേഹം ബോക്സിന് വെളിയിൽ വെച്ചിട്ട് അടിച്ചിട്ടുള്ള ഒരു ഗോള്, അതുപോലെ തന്നെ മോഹൻ ബഗാനിനെതിരെ ലാസ്റ്റ് മാച്ചിൽ അദ്ദേഹം അടിച്ചിട്ടുള്ള ആ ഒരു ആംഗിളിൽ നിന്നുള്ളൊരു ഗോള്. സോ അതാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകും, ഈ ഒരു ലോ XG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ അടിക്കാനുള്ള വളരെ സാധ്യതകൾ കുറവാണ്. അപ്പോൾ ചെന്നൈയിൻ FCക്കെതിരെ നേടിയിട്ടുള്ള ഗോള്, ആ ഒരു ആംഗിള്, അതുപോലെ ആ പൊസിഷൻ ഭയങ്കര ലോ ഒരു നിന്നാണ് അദ്ദേഹം ആ ഒരു ഗോള് സ്കോർ ചെയ്യുന്നത്. അപ്പം XG എന്ന് പറഞ്ഞാൽ ചിലപ്പം 0.1 0.2 അങ്ങനെയൊക്കെയുള്ള ഇതിലായിരിക്കും വരുന്നത്. അപ്പോൾ മോഹൻ ബഗാൻ എതിരെ അടിച്ചിട്ടുള്ള ഗോളും അതേപോലെ തന്നെയാണ്. ആ ഒരു ആംഗിളിൽ നിന്ന് ഗോൾ അടിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. നമ്മൾ അൺബിലീവബിൾ ഗോൾ എന്നൊക്കെ പറയത്തില്ലേ, അപ്പം അതിനും ഈ പറഞ്ഞ പോലെ XG കുറവായിരിക്കും. ഇനി XG കൂടിയ സിറ്റുവേഷൻ, ചിലപ്പം ഈ ഒരു പെനാൽറ്റി സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് XG വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഒരു ടാപ്പ് ഇൻ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഷോട്ട് എടുക്കുന്നതിൻ്റെയൊക്കെ XG കൂടുതലായിരിക്കും. സോ ദിമി ഈ സീസണിൽ ലോ XGയിലുള്ള 2 ഗോളുകൾ അടിച്ചു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ബിഗ് ചാൻസസ് ഒന്നും മിസ് ചെയ്തിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ XGയേക്കാൾ കൂടുതൽ ഒരു പെർഫോമൻസ് നടത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു പ്ലെയറുടെ XG എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ദിമിയുടെ ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പം ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ XG ആയിട്ട് ഇത്രയും വലിയ ഡിഫറൻസ് ഉള്ള ഒരു പ്ലെയർ ദിമിയാണ്. മാത്രമല്ല ദിമി ജോയിൻറ്റ് ടോപ്പ് സ്കോർ കൂടിയാണ് നിലവിൽ ISL എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം ക്ലിനിക്കലാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു സ്ട്രൈക്കറെ ഒക്കെ സൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം മോഡേൺ ഫുട്ബോളിൽ ഇപ്പം സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ടെക്നിക്കൽ ഡയറക്ടേഴ്സ് ആണെങ്കിലും കോച്ചസ് ഒക്കെ ആണെങ്കിലും നോക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു XG എന്ന് പറയുന്നത്. കാരണം ചിലപ്പോൾ ഒരു പ്ലെയർ കൂടുതൽ ഗോൾ സ്കോർ ചെയ്തതെന്ന് കരുതി ആ പ്ലെയറെ ടീമിൽ എത്തിക്കാൻ സാധിക്കില്ല. ചിലപ്പം അതിൽ പെനാൽറ്റി ഗോൾസ് ഒരുപാടുണ്ടാവും, ടാപ്പിൻസ് ഗോൾസ് ഒരുപാടൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു XG ഇപ്പം ഒരു പ്ലെയർ കുറവ് ഗോളാണ് അടിച്ചത് എന്നുള്ള തരത്തിൽ നമ്മൾ ആ ഒരു പ്ലെയറെ വിലയിരുത്താൻ പാടില്ല. ആ പ്ലെയറുടെ XG കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഒരു XGയേക്കാൾ കൂടുതൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടിയൊക്കെ നോക്കണമെന്നുള്ളതാണ്. കാരണം ചിലപ്പം അദ്ദേഹം കളിച്ചിട്ടുള്ളൊരു ടീമിൽ അദ്ദേഹത്തിന് അത്രമേൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഗോൾസ് അടിക്കാത്തത്. അപ്പം അതാണ് ഈ ഒരു XGയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എനിവേ ഇത്തവണത്തെ ഈ ദിമിയുടെ സോഫാർ പെർഫോമൻസ് XGയേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് KBFC ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനെ സംഭവം കണ്ട സമയത്ത് ഒരു വീഡിയോ ചെയ്തതാണ്. അതിൽ മോഡേൺ ഫുട്ബോളിൽ ഒരുപാട് ക്ലബ്ബുകൾ ഒക്കെ ഈ ഒരു XG പോളിസിയൊക്കെ വെച്ചിട്ട് താരങ്ങളെയൊക്കെ എടുക്കാറുണ്ട്. അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള താരങ്ങളെയൊക്കെ ഈ കണക്കുകൾ പരിശോധിച്ചിട്ടൊക്കെ എടുക്കാറുണ്ട്. നമ്മുടെ SBയും പറഞ്ഞതുപോലെ ഈ ഒരു കാര്യങ്ങൾ ഇപ്പം ഹൈ പ്രൊഫൈലുള്ള താരങ്ങളൊന്നും അല്ലല്ലോ കൂടുതലും ടീമിലെത്തിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. ഞാൻ സനിയ.